ഓം രഞ്ജിത്ത് ശ്രീ രമ്യുണ്ട്. സായിരാം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശരീരത്തിന്റെ 238 ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് സംഗീത എസ് കാസർഗോഡ്. നമുക്ക് വേണ്ടി കോർഡിനേറ്റ് ചെയ്യുന്നത് ശ്രീ ലക്ഷ്മണൻ മാസ്റ്റർ കണ്ണൂർ. നമുക്ക് വേണ്ടി വായിക്കുകയും പറയാൻ അനുഭവം പറയുകയും ചെയ്യുന്നത് രമ്യ കൃഷ്ണൻ തിരുവനന്തപുരം. സൈരാ മോളെ, അങ്കിള് പറയണനുസരിച്ച് ചെയ്തോളൂ കേട്ടോ. സൈരാ മാഷ തുടങ്ങിക്കോളൂ. സായിരാം. ഞാൻ 3 ഓങ്കാരവും 3 സായി ഗായത്രിയും ജപിക്കാം. ഓ ഓ ഓ ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവപ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. രമ്യ, ഞാൻ പറഞ്ഞത് ഓണാക്കി നിങ്ങളുടെ പേരും എവിടെയാണ് എന്നുള്ള വിവരമൊക്കെ പറഞ്ഞുകൊണ്ട് പാരായണം ആരംഭിക്കുക. അതിനുശേഷം അനുഭവങ്ങൾ പറയുക. മോള് പറഞ്ഞോളൂ. ഓണാക്കിക്കോളൂ. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് രമ്യ കൃഷ്ണ. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലാണ്. റൂറൽ ബാലികാസ് അരുവിക്കരയിലാണ് ഞങ്ങളുടെ ബാലികാസ് ഉള്ളത്. ആദ്യമായി സായി വാണിയാണ് വായിക്കുന്നത്. ഗായത്രി എന്ന ഒരു പോർഷനിൽ നിന്നാണ് വായിക്കുന്നത്. ഗായത്രി. കർമ്മത്തിൽ നിന്ന് മായാബന്ധനം ഉണ്ടാകുന്നു. മായ മനസ്സിനെ വികൃതമാക്കുന്നു. വികൃത ബുദ്ധി പല ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ആ ശരി, ഓക്കെ. ചെയ്യുന്നു. അത്തരം തലതിരിഞ്ഞ കർമ്മങ്ങൾ പുനർജനിയിൽ കലാശിക്കുന്നു. വ്യക്തസ്വരൂപമായ യുവാക്കളെ കർമ്മം, ജന്മം, ധർമ്മം, ബ്രഹ്മം എന്നീ 4 ചുമരുകളിലാണ് ഹിന്ദുമതം എന്ന മഹനീയ മണിമന്ദിരം പണിതുറപ്പിച്ചിരിക്കുന്നത്. ഇവ 4 സ്വതന്ത്രങ്ങളാണ്. ഇരുവനും സ്വന്തം കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാനാവുന്നതല്ല. ചെയ്തത് സകൃതമാകട്ടെ ദുഷ്കർമ്മമാകട്ടെ ഒരു പ്രവൃത്തിയും നിഷ്ഫലമാവുന്നില്ല. ജന്മഹേതു തന്നെ കർമ്മം. കർമ്മത്തിൽ ജനിക്കുന്നു, കർമ്മത്തിലൂടെ വളരുന്നു, കർമ്മത്തിൽ അടങ്ങുന്നു. കർമ്മമാണ് സുഖദുഃഖ കാരണം. കവി പാടിയിട്ടുണ്ട്: ധർമ്മം ശരീരമാദ്യം ലഘുധർമ്മസാനം എന്നാണ് ചൊല്ല്. ഈ ശരീരം ധർമാഷ്ടത്തിലുള്ളതാണ്. ധർമാഷ്ടത്തിലൂടെയാണ് ബ്രഹ്മത്തെ അറിയേണ്ടത്. ഗീത പറയുന്നു: യാന്യാന്തി ധർമ്മസ്യ ഗ്ലാനിനി ഭഗവതി ഭാരത അഭിമന്യു മദർമത്സ്യ തഥാനം സൃജാമുഖ്യം. അല്ലയോ ഭാരതവംശജ, ഏതേതു കാലത്ത് ധർമ്മത്തിൽ നിന്ന് ഗ്ലാനി അഹിനിയും അധർമ്മത്തിൽ നിന്ന് ആദികാവ്യം ഉണ്ടാകുന്നുവോ അതാതു കാലത്ത് ഞാൻ സ്വയം അവതരിക്കുന്നു. മനുഷ്യന്റെ നിലനിൽപ്പ് തന്നെ ധർമ്മം സംരക്ഷിക്കുന്നത് എന്നാണ് ഇതിനർത്ഥം. സൃഷ്ടിയുടെ ആകൃതഭാവം ഈശ്വര സങ്കല്പത്തിൽ എന്നതിനാൽ ഈ ഇച്ഛാശക്തിയോജ്യമായി ജീവിക്കണമെന്നായിരിക്കണം ഓരോ ജീവിയുടെയും ലക്ഷ്യം. ആ ആത്മചൈതന്യത്തിന്റെ സേവനത്തിനായി സർവോപണമായി ചെയ്യുന്നതാണ് ജീവിതം. അല്ലാതെ സ്വന്തം ലൗകിക സുഖാനുഭവങ്ങളെ വളർത്താനും മറ്റുള്ളവർക്ക് സുഖം സമ്പാദിച്ചു കൊടുക്കാനും ഉള്ളതല്ല. മറ്റുള്ളവർക്ക് ചെയ്യുവാനും സേവനം പോലും ഈശ്വര സമർപ്പണമായിട്ടാണെങ്കിൽ അത് ഭഗവാനിലെത്തും.
ഓരോ കർമ്മവും ബ്രഹ്മാർപ്പണമായി അനുഷ്ഠിക്കേണ്ടതാണ്. ഗായത്രി ഭയം രണ്ടാം ജന്മം. അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും വെളിയിൽ കടന്ന നിമിഷം മുതൽ ഒരുവൻ കർമ്മമാർഗത്തിലാണ്. ഈ അവസ്ഥ എല്ലാ വരിയിലും സമാജമാണ്. ഇതിനെ ശുദ്ധാർത്ഥം എന്ന് പറയുന്നു. ജന്മന യാചേന്ദ്രിയ ശുദ്ധ. ഗായത്രി ഉപായനത്തിനു ശേഷം രണ്ടാമത് ജനിച്ചതിന് തുല്യമാകും. അപ്പോഴാണ് ഒരുവൻ രണ്ടാമത് ജനിച്ചവൻ ആകുന്നത്. ദേവമാതാവായിട്ടാണ് ഗായത്രി ദേവിയെ വർണ്ണിക്കുന്നത്. ശാസനം ഗയ എന്നാൽ ജീവി സൃഷ്ടി. അവയെ പ്രണയം ചെയ്യുന്നത് കൊണ്ട് വളർച്ചയ്ക്ക് സഹായിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ആ മന്ത്രത്തിന് ഗായത്രി എന്ന് പേര് സ്ഥിരിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഗായത്രി മന്ത്രം ലഭിച്ചത് കൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും രണ്ടാമതൊരു ജന്മം ലഭിച്ചിരിക്കുന്നു. ബ്രഹ്മാചാര്യന്മാർ വഴിപോലെ പാലിച്ച നിങ്ങൾ വേദപഠനത്തിന് അർഹരായി ഭവിക്കും. വേദം പഠിച്ചവനെ വിദ്വാൻ എന്നറിയപ്പെടുന്നു. അക്കണക്കിന് ഇതൊരു മൂന്നാം ജന്മമാണ്. അങ്ങനെ വേദപഠനം കൊണ്ട് ഒരുവൻ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള അവസരം നേടുന്നു. ബ്രഹ്മത്തെ അറിഞ്ഞാൽ അവൻ ബ്രഹ്മാവായി തീരുന്നു. ബ്രഹ്മവൈ ഭവതി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മാവാൻ ആകുന്നു. ബ്രഹ്മസാക്ഷാത്കാരം ലഭിച്ചവനാണ് ബ്രാഹ്മണൻ. അല്ലാതെ ജന്മം കൊണ്ട് ഒരുവനും ബ്രാഹ്മണനാകുന്നു. വാണി കഴിഞ്ഞായിരുന്നു ആന്റി. സായിര് വായന കഴിഞ്ഞ മോളെ? വീഡിയോ ഓഫ് ആക്കിയിട്ട് പറയും മോളെ, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. അത് ക്ലിയർ ആവും. ഇത് ക്ലിയർ ആയിട്ടില്ല മോളെ വായന. അത് നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കും. വീഡിയോ ഓഫ് ആക്കിയാൽ ചിലപ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇനി അനുഭവങ്ങൾ പറഞ്ഞോളൂ മോള്. ഓം ശ്രീ സായിരാം. എൻ്റെ പേര് രമ്യ കൃഷ്ണ. അമ്പലമുക്ക് സമിതി അഡോപ്റ്റ് ചെയ്ത അരുവിക്കര സായി ജ്യോതി ബാലവികാസിന്റെ കുട്ടിയാണ് ഞാൻ ഗ്രൂപ്പ് 2 ആക്റ്റീവ് വർക്കായി എക്സാം എഴുതിയിട്ടുണ്ട്. അതിൽ നല്ല മാർക്ക് നേടിയിട്ടുണ്ട്. അമ്പലമുക്ക് സമിതിയെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ശ്യാമള ആന്റിയും അവിടുത്തെ വിജയബാലൻ സാറിനെയുമാണ്. അതിൽ എടുത്തു പറയേണ്ട 3 പേരാണ് ലത ആന്റിയും പുഷ്കരൻ അങ്കളും ശ്രീദേവി ആന്റിയും ഒക്കെ. ഒരുപാട് ഇമ്പോർട്ടൻസ് ഞങ്ങൾക്ക് വേണ്ടി അവർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ക്ലാസ്സുകളും എടുത്തു തരുന്നുണ്ട്. എക്സാമിന് ഞങ്ങൾ ഒരുപാട് പ്രിപ്പയർ ചെയ്യാൻ അവർ സഹായിച്ചിട്ടുണ്ട്. ഞാൻ ബാലവികാസ് പോയി തുടങ്ങിയത് എനിക്ക് 4 വയസ്സുള്ളപ്പോഴാണ്. ആ സമയത്ത് എന്താണ് ബാലവികാസ് എന്നോ ഒന്നും അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. ആദ്യമൊന്നും എനിക്ക് ബാലവികാസിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. പിന്നെ അമ്മയുടെ നിർബന്ധത്താൽ പോയി തുടങ്ങി. അവിടെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ ചൊല്ലി പഠിപ്പിക്കാൻ തുടങ്ങി. അതൊക്കെ വളരെ ഇഷ്ടത്തോടെ കേട്ടിരിക്കാനും തുടങ്ങി. അതുകൂടെയാണ് സ്വന്തമായി പോകാനുള്ള താല്പര്യവും ഇഷ്ടവും തോന്നി തുടങ്ങിയത്. ബാലവികാസ് എല്ലാ സൺഡേയും രാവിലെ 8:30-നാണ് ഞങ്ങൾ തുടങ്ങാറ്. ബാലവികാസിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷവും വല്ലാത്തൊരു ഉന്മേഷവും ഒക്കെ ആയിരുന്നു. ഒരുപാട് മന്ത്രങ്ങൾ പഠിപ്പിച്ചു, ഭജനകൾ പഠിപ്പിച്ചു, ഒരുപാട് നല്ല ഗുണങ്ങൾ പഠിപ്പിച്ചു. ഞങ്ങൾ ബാലവികാസിൽ പോയി തുടങ്ങി. അപ്പോഴാണ് മാതാപിതാക്കളോട് നമ്മൾ എങ്ങനെ പെരുമാറണം, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം, അധ്യാപകരോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത്. രാവിലെ ഉറക്കം എണീക്കുമ്പോഴുള്ള മന്ത്രം, ഭൂമി ദേവി തൊട്ടു തൊഴുന്ന മന്ത്രം, ഇതൊക്കെ ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു. ഭൂമി ദേവി നമുക്ക് എന്തുമാത്രം വരം നൽകുന്നു എന്നതിനെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബാലവികാസിലൂടെ അറിയാൻ കഴിഞ്ഞു. അച്ചടക്കത്തെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല നല്ല ക്ലാസ്സുകൾ ഓരോ സാറും ഓരോ ആന്റിമാരും വന്ന് നന്നായി ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു തരികയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും സ്വാമിയുടെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കാറുണ്ട്. 24 വർഷമായി അരുവിക്കര ബാലവികാസ് അഡോപ്റ്റ് ചെയ്തിട്ട് ഏതൊരു നല്ല കാര്യത്തിനും ഞങ്ങൾ ആദ്യം അരുവിക്കര ദേവിയുടെ അനുഗ്രഹം തേടാറുണ്ട്. അതുപോലെ തന്നെ സ്വാമിയുടെ ബർത്ത്ഡേക്കും സ്വാമിയുടെ പേരിൽ അരുവിക്കര ദേവിയുടെ മുന്നിൽ നമ്മൾ സ്വാമിയുടെ പേരിൽ അർച്ചനയും ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ
സ്വാമിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് എ ഡേ ഇൻ എ വില്ലേജ് എന്നൊരു പ്രോഗ്രാമും ഞങ്ങൾ ചെയ്യാറുണ്ട്. അത് എല്ലാ ബാലവികാസിലെ എല്ലാ കുട്ടികളും അത് അറ്റൻഡ് ചെയ്ത് വലിയൊരു ആഘോഷമാക്കി തന്നെ മാറ്റാറുണ്ട്. ഈ വർഷം ഞങ്ങൾ അതിന്റെ ഭാഗമായി ബാലവികാസിൽ ആ പ്രോഗ്രാം ചെയ്തിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ സ്വാമിയുടെ ഫോട്ടോയിൽ നിന്ന് ഒരു പൂവൊക്കെ വീഴാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ കാലില് ചെറിയൊരു ഫ്രാക്ചർ പറ്റി. അപ്പോൾ ശ്യാമള ആൻറ്റി കുറച്ച് വിഭൂതി സമിതിയിൽ നിന്ന് എടുത്ത് തരികയും അത് അമ്മയുടെ കാലിൽ പുരട്ടുകയും ചെയ്യാൻ പറഞ്ഞു. അതേപോലെ ഞങ്ങൾ ചെയ്ത് അമ്മയ്ക്ക് നെറ്റിയിലും ആ ഫ്രാക്ചർ പറ്റി ആ സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുക. അമ്മയുടെ കാല് നല്ല ഭേദമാവുക. അങ്ങനെ സ്വാമിയുടെ ഒരു ബ്ലെസ്സിങ് നേരിട്ട് അനുഭവപ്പെട്ട ഒരാളാണ് ഞങ്ങൾ. സ്വാമി എത്രത്തോളം ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് ആ ഒരു ഇൻസിഡൻസിൽ നിന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായി കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ പ്രോഗ്രാം കണ്ടന്റ് ചെയ്തപ്പോൾ സ്വാമിയുടെ കുറച്ച് കോട്ട്സ് എഴുതി ഞങ്ങൾ സ്റ്റിക്കി നോട്ടിൽ എഴുതി ഞങ്ങൾ ചുമരിൽ ഒട്ടിച്ചായിരുന്നു. അത് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഓരോരുത്തരും വന്ന് പറയുമ്പോൾ അതൊക്കെ സ്വാമിയുടെ ചെയറിലോട്ട് അത് വന്ന് വീഴുകയും സ്വാമിയുടെ നല്ലൊരു അനുഭൂതി ഞങ്ങൾക്ക് അവിടെ കിട്ടുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ സായി ക്ലാസ് എടുക്കുമ്പോൾ സ്വാമിയുടെ ഫോട്ടോയിൽ വെക്കുന്ന പൂവും ഇളകി സ്വാമിയുടെ പാദത്തിന്റെ അവിടെ വീഴാറുണ്ട്. അതിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് സ്വാമിയുടെ നല്ലൊരു പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടാത്ത ഒരുപാട് മാനുഷിക മൂല്യങ്ങൾ എനിക്ക് ബാലവികാസിൽ നിന്നാണ് കിട്ടിയത്. എനിക്ക് ടെൻഷൻ വന്നാലും പേടി വന്നാലും എന്ത് തോന്നിയാലും സ്വാമിയെ കുറിച്ച് ഓർക്കുകയും സ്വാമിയുടെ മന്ത്രങ്ങൾ പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു പേടി മാറുക. പിന്നെ കുറെ സ്റ്റേജ് ഫിയർ ഒക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം മാറി കിട്ടി. നല്ലൊരു കോളേജിൽ അഡ്മിഷൻ നേടാൻ കഴിഞ്ഞു. അതെല്ലാം സ്വാമിയുടെ ഒരു അനുഗ്രഹമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ബാലവികാസ് വന്നതിന് ശേഷം എനിക്ക് നല്ല ക്യാരക്ടർ ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരു നല്ല കുട്ടി മേക്ക് ചെയ്യാനുള്ള കഴിവാണ് ബാലവികാസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അതിൽ എനിക്ക് എടുത്തു പറയാനുള്ളതാണ് ശ്യാമള ആൻറ്റിയും വിജയബാലൻ സാറും. അവർ രണ്ടുപേരും ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ ഒരു ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുക തന്നെ ഇല്ലായിരുന്നു. അതേപോലെ തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പ് 2 ഗ്രൂപ്പ് 3 എക്സാം എഴുതാൻ സഹായിച്ച ലത ആൻറ്റിയും പുഷ്കരണങ്ങളും. ഓരോ ക്ലാസ്സും പുഷ്കരണങ്ങളും കൂടെയാണ് ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ലത ആൻറ്റി എത്തിച്ചത്. പുഷ്കരണങ്ങളും ലത ആൻറ്റിക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ബാലവികാസ് അസോസിയേറ്റ് ചെയ്യുന്ന ആതിര ചേച്ചിയും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് എക്സാമിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചേച്ചിയും ഇതിൽ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഈ ഒരു 13 വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു ബാലവികാസ് ജേണി എന്ന് പറഞ്ഞാൽ വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ജേണി തന്നെയായിരുന്നു ഈ സായി ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ഓർമ്മകൾ ഉണ്ടാകട്ടെ ആഗ്രഹമുള്ളൂ. ആൻറ്റി കഴിഞ്ഞു, ഇതായിരുന്നു എക്സ്പീരിയൻസ്. మాషే యశ్వమాషే భారతీయ సంస్కృతి అంటే ఏమి? మహాభాగ్యవంతమైనటువంటి సంస్కృతి. The culture of Bharat is affluent, so powerful. మహా బంగారం వంటిది. It is gold. అపరంజి. It shines మరణం ఏమాత్రము ఇందులో కానరాదు. and it shines brilliantly. అటువంటి అపరంజి యొక్క మన సంస్కృతి మనము ఈనాడు వ్యస్తం చేసుకుంటున్నాం. The shining culture of Bharat is forgotten today. పెద్దలను చూస్తే గౌరవించడం అనేటువంటి మర్చిపోతున్నాం. We have forgotten to respect elders. గొప్పదాన్ని చూస్తే మనం వినయ విధేయతను చూపించడం మర్చిపోతున్నాం. We are not humble in front of mighty తల్లిదండ్రులను ప్రేమించడం కూడా మర్చిపోతున్నాము. And in fact we are not loving, respecting our parents. నువ్వు మర్చిపోండి. What is that you have not forgotten? చదువుకుంది మాత్రం నీకు నిలుస్తుండాలి. But you only retain that what you study. How long? ఇది కేవలము నీ తల ఉండినంత వరకే ఇది సంస్కృతి. And you will have all this knowledge so long the head exists. తర్వాత ఏ మాత్రము మన వెంట రాదు. Thereafter it will never follow. ఏ మానవుడికైనా for any man ఎప్పటికైనా anytime కట్టగడపటికి మానవుడు పోయే సమయం లోపల సంస్కారమే వస్తుంది కానీ సంసారం రాదు. സായിരാം, മോള് ഭജന പാടുവാ. ചോരായ ശോദാക്കി ബാർ നവനീത ചോര ഗോപാൽ ചിത്ത ചോരായ ശോദാക്കി ബാർ
ചോര ഗോപാൽ 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 അതുകൊണ്ട് പാടുന്നത് വ്യക്തമാകുന്നില്ല. ഗോപാൽ ഗോവർദ്ധനധര ഗോപാൽ 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 ഗോവർദ്ധനധര ഗോപാൽ ചിത്തചോരായ യശോദാ കൃപാൽ നവനീത ചോര ഗോപാൽ 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 ഗോവർദ്ധനധര ഗോപാൽ 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 ഗോവർദ്ധനധര ഗോപാൽ ചിത്തചോരായ യശോദാ കൃപാൽ നവനീത ചോര ഗോപാൽ. ശരി മോളെ, താങ്ക്സ് മോളെ രമ്യ. കുറച്ച് നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു തോന്നുന്നു, അല്ലെങ്കിൽ യു ഹാവ് ഡൺ വെൽ കേട്ടോ. ഇടുക്കി. ശരി, താങ്ക് യു സോ മച്ച്. രാജീവ് കുമാർ സർ, മാഷേ സായിരാം. രാജീവ് കുമാർ മാഷേ ഉണ്ടോ? സായിരാം. മാഷേ, നമ്മുടെ കാസർഗോഡിലെ ക്യാമ്പിനെ പറ്റി ഒന്ന് പറയോ? സമയമുള്ളത് കൊണ്ട്. ബാലുരാസ് ക്യാമ്പ്. പത്ത് മിനിറ്റ് നേരം സമയമുണ്ട്. ആരും പറയണില്ലേ? രാജീവൻ, സായിരാം രാജീവൻ കേൾക്കുന്നില്ല? ബാലവികാസ് ക്യാമ്പിനെ കുറിച്ച് എന്തൊക്കെയാന്നുള്ള ഒരു 10 മിനിറ്റ് കൊണ്ട് പറഞ്ഞു, അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആയി എടുക്കാൻ പറ്റുക വെച്ചാൽ. ഇന്നലത്തെ 2 ദിവസങ്ങളിലായി കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സായി സമിതിയിൽ വെച്ച് നടന്ന ജില്ലാ ബാലവികാസ് ക്യാമ്പ് വളരെ വളരെ നന്നായി. ആദ്യത്തെ ദിവസം നമ്മൾ സതീശ സാർ പറഞ്ഞതുപോലെ 35 കുട്ടികളുണ്ടായിരുന്നു, 34 കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ രാത്രി പിന്നെ നമ്മുടെ എന്തുകൊണ്ടെന്ന് അറിയില്ല, നമ്മുടെ ആൾക്കാരുടെ അതേ സ്വാമിയോടുള്ള സമീപനത്തിന്റെ കൂടുതൽ ആൾക്കാർ സ്വാമിയിൽ വരുന്നുണ്ടെങ്കിലും സായി സമിതിയിൽ വരുന്നുണ്ടെങ്കിലും അതിൽ ഭഗവാന്റെ കാര്യങ്ങളിൽ കൂടുതൽ മറ്റതിന് പ്രാധാന്യം നൽകുന്ന, ഭഗവാന്റെ കാര്യത്തിൽ പ്രാധാന്യം നൽകുന്ന കുറവിന് വളരെ പ്രാധാന്യം നൽകുന്നത് കുറവാണ്. അതുകൊണ്ടായിരിക്കും. കാരണം നമുക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വരും. പക്ഷേ എങ്കിലും എനിക്കൊക്കെ സാധാരണ സ്വാമിയുടെ കാര്യത്തിൽ ഇതുവരെ ഒരു കാര്യത്തിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാതിരുന്നില്ല. ഞാൻ എപ്പോഴും ഭഗവാനോട് പ്രാർത്ഥിക്കും, അതിന് ഒരു തടസ്സവും വരാറില്ല. എല്ലാ മീറ്റിങ്ങിലും എല്ലാറ്റിലും പങ്കെടുക്കാൻ പറ്റാറുണ്ട്. പക്ഷേ മിനിഞ്ഞാന്ന് 35 കുട്ടികൾ വന്നുവെങ്കിലും അവരൊക്കെ ഓരോരു കഴിവ് പറഞ്ഞ് അവർ രാത്രി തങ്ങിയില്ല. കുറച്ചാൾക്കാർ മാത്രമേ രാത്രി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ വൈകുന്നേരം നാളെ ഓരോ തിരക്കാണ്, കല്യാണമുണ്ട്, മറ്റെന്തൊക്കെ പറഞ്ഞ് അവരെ പോയി. 13 കുട്ടികൾ നമ്മുടെ പ്രാർത്ഥന ഫലമായി കുട്ടികൾ ആരും ഉണ്ടാവില്ല രാത്രി എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ പ്രഭാകരന്റെ സ്വാമിയുള്ള സ്വാമിയെ കുറിച്ചുള്ള ഈ ക്യാമ്പിനെ കുറിച്ച് അത്രയും നന്നായി ക്യാമ്പ് നടത്തിയത് കൊണ്ട് വളരെ കൂടുതൽ കുറച്ച് കുട്ടികൾ, ഒരു 13 കുട്ടികൾ രാത്രി താമസിക്കാൻ തയ്യാറായി. അതുകൊണ്ട് തന്നെ ആ 13 കുട്ടികൾക്ക് രാവിലത്തെ നഗരസങ്കീർത്തനത്തിലും മറ്റ് എല്ലാ നഗരസങ്കീർത്തനത്തിലും സ്വാമിയുടെ രാവിലത്തെ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചു. അവരുടെ ആ ക്ലാസ് പ്രഭാകരൻ എടുത്ത ക്ലാസ് അവർക്കെല്ലാം വളരെ ഈ 13 കുട്ടികൾക്കും വളരെ
ആനന്ദപ്രദമായിരുന്നു. കാരണം അത് മനസ്സിലായത് വേട്ടൻ രണ്ടാമത് ഇതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അധിക കുട്ടികളും ഉത്തരം പറഞ്ഞു. പ്രഭാകരൻ സ്വാമിയുടെ സത്യസായി അവതാര പ്രഖ്യാപനത്തെ കുറിച്ച് ഒരു മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ചോദിച്ചു. അപ്പൊ കുട്ടികളെല്ലാം മിക്കവാറും പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഈ കുട്ടികൾക്ക് ഭഗവാനുള്ള താല്പര്യമുണ്ട്, ഭഗവത് കാര്യങ്ങൾ താല്പര്യമുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ഗുരുക്കന്മാരായാലും ആരായാലും അതിൽ കൂടുതൽ ഈ സ്വാമിയുടെ കാര്യത്തിൽ അത്ര താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ള സംശയമുണ്ട്. അതിൽ നമുക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം നമുക്ക് ഒരു അവതാര ദൗത്യത്തിൽ പങ്കെടുക്കാൻ നമുക്ക് സാധിക്കുകയും അതിൽ സാധിച്ചിട്ട് പോലും നമ്മൾ ആരും അധികം ആൾക്കാർ ഇതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല. സേബായാൽ അവർ ആ ക്യാമ്പിൽ പങ്കെടുപ്പിക്കണം എന്നുള്ളതിന് പുറമെ അവരുടെ കാര്യം മറ്റു കല്യാണത്തിനും മറ്റുള്ളവരൊക്കെ പങ്കെടുക്കണമെന്നില്ലാണ് കൂടുതൽ ശ്രദ്ധ. അപ്പൊ കുട്ടികളെ മുതിർന്നവർ പോലെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടോ എന്ന് പോലും ഒരു സംശയമുണ്ട്. അല്ലെങ്കിൽ കുട്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നിൽക്കും. നേരെ വെച്ച് ഈ കുട്ടികൾ പ്രഭാകരന്റെ ക്ലാസ് കേട്ടിട്ട് ഈ മിനിയാത്ത ക്ലാസ് കേട്ടിട്ടാണ് കുറെ കുട്ടികൾ രാത്രി നിൽക്കാൻ തയ്യാറായത്. നമുക്കറിയാം ഇവിടുന്ന് കിട്ടുന്നത് ഒരു സദ്യക്ക്, കല്യാണ സദ്യക്ക് പോയി കിട്ടുന്നതിനേക്കാൾ മറ്റെന്ത് കാര്യങ്ങളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ആനന്ദമാണ് ഈ ക്യാമ്പുകളിൽ നിന്ന് കിട്ടുന്നത് എന്ന് നമുക്ക് തന്നെ അറിയാം. നമുക്ക് തന്നെ യഥാർത്ഥ ക്യാമ്പിൽ ഞങ്ങൾക്ക് സാധാരണ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ ഒന്നും ഒഴിവാക്കല്ല. സ്വാമിയുടെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാൻ പറ്റാറുണ്ട്. എന്നിട്ടും നമ്മുടെ ആൾക്കാർ തന്നെ അതിനെ നിരുത്സാഹപ്പെടുത്തുന്നത് പോലെ തോന്നുന്നു എനിക്ക്. എന്നിട്ട് ഫസ്റ്റ് ക്ലാസ്സിൽ 34 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ രണ്ടാമത്തെ ദിവസം 13 കുട്ടികൾ ഉണ്ടായിരുന്നു. അവർക്ക് വളരെ സന്തോഷമായി. അവർക്ക് ലാസ്റ്റ് പരിപാടി മാതാവിന്റെ ആ ശങ്കരാചാര്യരുടെ ഒക്കെ നമുക്ക് മാതൃപഞ്ചം, അതെ സാർ, അതെ, മാതൃകാ പഞ്ചമൊക്കെ ചൊല്ലി പ്രഭാകരൻ നല്ല രീതിയിൽ ക്ലാസ് എടുത്തു. അവിടെ ഇപ്പോ കാഞ്ഞങ്ങാട് സമിതിയിൽ ഇപ്പൊ അടുത്ത് ബാലവികാസിന് വരുന്ന കുറച്ച് കുട്ടികളുണ്ട്, 10-15 കുട്ടികളുണ്ട്. അതിൽ ചെറിയ കുട്ടികള് 10 വയസ്സിൽ താഴെയുള്ള മുകളിലുള്ള കുട്ടികള് പങ്കെടുത്തു. അവരുടെ കുറേ രക്ഷിതാക്കൾ പങ്കെടുത്തു. അവരൊക്കെ വളരെ സന്തോഷകരമായ നിമിഷമായിരുന്നു ഇന്നലത്തെ അവസാനത്തെ നിമിഷങ്ങള്. ഇന്നലെ ഒരു 5 മണിയോടെ ക്യാമ്പ് കഴിഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ലാസ്റ്റ് മാതാപിതാക്കളുടെ അടുത്തിരുന്ന് ആ മാതാപിതാക്കളുള്ള പാദം തൊട്ട് വന്ദിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു ആനന്ദകരമായ കാഴ്ചയായിരുന്നു. പക്ഷെ ഇതൊക്കെ നമ്മൾ നമ്മുടെ എല്ലാ രക്ഷിതാക്കളോടും കുട്ടികളോടും പറഞ്ഞിരുന്നു. ഇതിൽ കാഞ്ഞങ്ങാട് സമിതിയിലത്തെ മിക്ക കുട്ടികളും വന്നിരുന്നു. ബാക്കി ജില്ലയിൽ മറ്റുള്ള ജില്ലയിൽ നിന്നൊക്കെ കുറച്ച് കുട്ടികൾ പങ്കെടുത്തുവെങ്കിലും അതിൽ കൂടുതൽ താല്പര്യം കാണിക്കുന്നില്ല എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അങ്ങനെ അതായത് നമ്മുടെ ഈ ഭഗവാന്റെ ഈ അവതാര ദൗത്യത്തിൽ പങ്കെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലുതായ കാര്യമാണ്. പക്ഷെ എന്നിട്ടും നമ്മുടെ ആൾക്കാർ അതിൽ കൂടുതൽ ശ്രദ്ധ കൽപ്പിക്കുന്നില്ലയോ എന്നൊരു സംശയമുണ്ട്. വളരെ നല്ല ക്യാമ്പായിരുന്നു. ഞാൻ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ക്യാമ്പുകളിൽ കുട്ടികളെക്കാട്ടി ആനന്ദം നമുക്കാണ് നല്ലത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാരണം ഇങ്ങനത്തെ ഒരു പരിപാടി കഴിയുന്നത്ര ഒഴിവാക്കാറില്ല. അത്ര ആനന്ദകരമായ നിമിഷമായിരുന്നു. സൈറം സമയമായില്ലേ? താങ്ക് യു സായി. ഇപ്പൊ കുട്ടികളൊക്കെ പതുക്കെ വന്നു തുടങ്ങും. ഇത് കേട്ട് അറിഞ്ഞിട്ട് അടുത്ത ക്യാമ്പ് വളരെ ഭംഗിയായിട്ട് നടത്താൻ ഒരുപാട് കുട്ടികൾ വരാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. സായിരാം. സായി ഉപമ. നിരന്തരമായ നാമസ്മരണയും ധ്യാനവും കൊണ്ട് നിങ്ങൾക്ക് ഈശ്വരനെ പ്രീതിപ്പെടുത്തുവാൻ കഴിയും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നാമവും രൂപവും ഈശ്വരൻ സ്വീകരിക്കുന്നു. വാസ്തവത്തിൽ നിങ്ങളാണ് ഈശ്വരന് രൂപം നൽകുന്നത്. അതുകൊണ്ട് നാമവും രൂപവും മാറ്റാതെ ഇരിക്കുക. ഒരേ രൂപത്തിലും നാമത്തിലും എല്ലായ്പ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. താമസം വരികയോ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ നിരാശരാകരുത്. ഏറെ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് കരുതി വിഷമിക്കാതെ ഇരിക്കുക. നിങ്ങൾ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ ബാലൻസ് കിട്ടുകയില്ല. ഒരു മൈതാനത്തിൽ അത് ഉന്തിയും തള്ളിയും ചവിട്ടിയും ചാടിയും നടന്നും പല തവണ വീണും ഉരുണ്ടും എഴുന്നേറ്റും
എല്ലാമാണ് നിങ്ങൾ പരിശീലിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് സൈക്കിള് നന്നായി ഓടിക്കുവാനുള്ള ബാലൻസ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് നാമസ്മരണയിലും ധ്യാനത്തിലും. ആദ്യമൊക്കെ നിങ്ങൾക്ക് വിജയം കൈവരിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാവുമെങ്കിലും അതിൽ നിരാശപ്പെടാതെ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് സാധനയുടെ ഏറ്റവും നല്ല രീതി. സായിരാം. സായിരാം മാഷ ഇത് പറയൂ. മാഷോടെ പോയി. സായിരാം. അതിനിടയ്ക്ക് നെറ്റ് പോയി, അതാണ്. സമസ്ത ലോക. സായിരാം, നെറ്റ് പോയി, അതുകൊണ്ടാണ്. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.